ഇറച്ചിക്കോഴി വില കുതിച്ചുയരുന്നു. വില 200ലേക്ക് എത്താൻ ഇനി അല്പദൂരം മാത്രം. കഴിഞ്ഞ ദിവസം 185, 190 രൂപയാണ് ഒരു കിലോയുടെ വില. കേരള ചിക്കൻ വില 168 രൂപയായി ഉയർന്നു. ഇന്ന് വീണ്ടും വില ഉയരുമെന്ന് വിൽപ്പനക്കാർ പറയുന്നു. വില കുതിച്ചുയരുന്നുണ്ടെങ്കിലും വിൽപ്പനയെ ബാധിച്ചിട്ടില്ല. ക്രിസ്മസിന് 165 രൂപ വരെയായിരുന്നു കോഴി വില. അതിനുശേഷം 20 രൂപയുടെ വർധനവുണ്ടായി. ഒരാഴ്ച കൂടി വില വർധന തുടരുമെന്നാണ് സൂചന. ക്രിസ്മസ്, പുതുവത്സര വേളയിലും ഈസ്റ്ററിനുമാണ് സാധാരണ ഇറച്ചിക്കോഴി വിൽപ്പന നടക്കാറുള്ളത്. ഈ അവസരങ്ങളിൽ വില ഉയരുന്നത് പതിവാണെങ്കിലും ആദ്യമായാണ് വിലയിൽ ഇത്രയും വർധന ഉണ്ടായത്. ആഘോഷവേളകളിൽ 40% വരെ വിൽപ്പന ഉയരാറുണ്ട്. ഈ അവസരം മുതലാക്കിയാണ് വില വർദ്ധിപ്പിക്കുന്നത്. കോഴിയുടെ ദൗർലഭ്യം പറഞ്ഞാണ് ദിനം പ്രതി വില ഉയർത്തുന്നത്. ഇന്നലെ 10 രൂപയാണ് കൂടിയത്. 1-2 ദിവസം വിൽപ്പനയിൽ ഇടിവുണ്ടായാൽ വില കുറയും. പക്ഷിപ്പനി മൂലം ആലപ്പുഴയിൽ ചില പഞ്ചായത്തുകളിൽ കോഴിയിറച്ചി വിൽപ്പനയ്ക്ക് നിരോധനം ഉണ്ടായിരുന്നു. പക്ഷിപ്പനി കണ്ടെത്തിയാൽ കോഴിയിറച്ചി വിൽപ്പനയും വിലയും കുത്തനെ ഇടിയാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ല. പുതുവത്സര തലേന്ന് ജില്ലയിൽ 2 ലക്ഷം കിലോ കോഴിയിറച്ചി വിൽപ്പന നടത്തിയതാണ് കണക്ക്. ബംഗളൂരു, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും ജില്ലയിൽ ഇറച്ചി കോഴികൾ എത്തുന്നത്. ബംഗളൂരുവിലാണ് വില നിശ്ചയിക്കുന്നത്. അതാത് ദിവസത്തെ വില മൊത്ത വിൽപ്പനക്കാരെ അറിയിക്കുകയാണ് പതിവ്. അമിതമായ വില വർധനവിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. ലൈഫ് മലയാളം, കോതമംഗലം.